ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ചെറുതായിട്ടൊക്കെ വിഷു ആഘോഷിച്ചു. ഞങ്ങളുടെ വിഷു ദിനവും അതിൻ്റെ വിഷു സാധനങ്ങളുടെ പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങളെ കുട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു കുട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണിക്കൊന്ന. പിന്നെ കണി വെക്കാനുള്ള പഴം വാങ്ങിച്ചു, ചക്ക വാങ്ങിച്ചു, പിന്നെ മാങ്ങ. കണി വെക്കാനും പിന്നെ അപ്പം ഉണ്ടാക്കാനും കൂടിയിട്ട് വാങ്ങിച്ചാണ് ചെറിയ പഴം. ഇതിപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തിട്ട് വെക്കുകയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൊടുക്കണം. ഇതും കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചാൽ വീണ്ടും മാങ്ങ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കണി വെക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നല്ലോ. ഇതെന്താണ് കണി മത്തന്, എന്താ പറയുക, മത്തൻ പംകിനില്ല, ചെറിയ പംകിന്. പിന്നെ നമ്മൾ കണിക്ക് സാധനം ഫ്രൂട്ട്സ് വാങ്ങിച്ചില്ലേ. ഓക്കെ, ഓറഞ്ച്, ഇത് കണിയിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ഇത് വാഴയില, ഇത് സദ്യ കഴിക്കാനുള്ളതാണ്. അത് നമ്മൾ ഇത് കണിയുണ്ടല്ല, പഞ്ചസാര പായസം വെക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ പഞ്ചസാര ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ സദ്യക്ക് വേണ്ടിയിട്ട് ഇത് പച്ചമാങ്ങ, ഇതൊക്കെ കണീൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമാങ്ങ ഇനി എന്തൊക്കെയോ മിസ്സായത് പോലെയുണ്ട്. അയ്യോ, പത്തിരിപ്പൊടി പൊട്ടിക്ക്, പത്തിരിപ്പൊടി, അയ്യോ പത്തിരിപ്പൊടി പൊട്ടിക്ക്. ഇങ്ങനെ പൊടി, അയ്യോ പൊടി മിസ് പുറത്തേക്ക് പോകുന്നുണ്ട്. പത്തിരിപ്പൊടി, പപ്പടം, പപ്പടം, അവിയൽ ഉണ്ടാക്കാനുള്ള സാധനം, പിന്നെ വെണ്ടക്ക, വെള്ളരി, മുരിങ്ങക്കായ, പായസം ഉണ്ടാക്കാൻ അടപ്രഥമൻ. സദ്യക്ക് വേണ്ടിയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാൻ വെച്ചു. അടപ്രഥമന് പിന്നെ ശർക്കര ഉപ്പേരി വേണം. അതിന് പച്ചടി ഉണ്ടാക്കി, സാമ്പാർ, കുട്ടിക്കറി, അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അങ്ങനെ വിഷു പർച്ചേസ്. തേങ്ങ, ഇത് സദ്യയിലൂടെ വെക്കാനായിട്ട് ശർക്കരപ്പൊരി, ശർക്കരപ്പൊരി ഇത്, പിന്നെ ശർക്കരയല്ല, ഇത് വറുത്ത കഴിയുന്നത്. പിന്നെ ഇത് പച്ചടി ഉണ്ടാക്കാൻ തൈര്. പിന്നെ എന്താണ് മിസ്സായത്, ഇനി എന്തോ കറിവേപ്പില, ഇത് വീണ്ടും തേങ്ങ അരത്തിനൊക്കെ വേണ്ടതുകൊണ്ട് ചെറിയ തേങ്ങയുണ്ട്. പിന്നെ പച്ചക്കറി, കോവയ്ക്ക, പിന്നെ ശർക്കര. വേറെ എന്തായിരുന്നു വാങ്ങിച്ചത്? ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്രയും വിഷു പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇനിയും എന്തൊക്കെയോ മിസ്സായിട്ടുണ്ട്. അതൊക്കെ നാളെ പോയിട്ട് വാങ്ങിക്കണം. ഇനി ബാക്കിയുള്ളത് നമുക്ക് വിഷുയുടെ അന്ന് വിഷു സദ്യ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. പിന്നെ വിഷുക്കണി വെക്കുന്ന വീഡിയോ അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കണി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്പവും കൂടി വെക്കാറുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ ആ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില്ല, അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പഴവും പിന്നെ ശർക്കരയും ഒക്കെ മിക്സ് ചെയ്തിട്ട് തണ്ണീരപ്പം, അങ്ങനെ എന്തോ പറയും, തണ്ണീരപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു, അത് ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫേസൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കി, അതുകൂടെ തന്നെ പച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, അതൊക്കെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. കാരണം എല്ലാം കൂടി രാവിലെ നടക്കില്ല. സദ്യ ആകുമ്പോൾ ഒരുപാട് പണിയുണ്ട്. ഇപ്പോൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടി പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയി കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് വെക്കണം. അപ്പോൾ അതിനടുത്ത പരിപാടി ഉണ്ടാക്കി ഇനി കാണിച്ചില്ല, ജസ്റ്റ് അത് വറുത്തിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. മതി. ഇതിപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച അപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയതുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം.
ഇനി ആദ്യം തന്നെ നമുക്ക് കടുക് ചെയ്ത് ഇവിടെ സെറ്റാണ്. നെക്സ്റ്റ് ഈ ഇഞ്ചിപ്പുളിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം ആകുന്നപ്പോഴേക്കും അതൊന്ന് സെറ്റായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെയുള്ളതാണ് പച്ചടി അതൊക്കെ. അതുകൊണ്ട് തന്നെ നേരത്തെ എപ്പോഴും അതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അതിന് ശേഷം കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇപ്പം തന്നെ സമയം 12 മണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുന്നേക്കാൻ ലേറ്റായി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഉണർന്ന് ഈ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് കണി കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഒരുക്കി വെക്കുകയാണ് രാത്രി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കണി ഒരുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തും. കണി വെക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ഇതൊന്നും പോരാ, ഇനി ഒരുപാട് സാധനം ഇതിലേക്ക് വെക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുക. പിന്നെ ആണെങ്കിൽ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാൻ എല്ലാ വർഷവും ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ വർഷവും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കണി ഒരുക്കാറുള്ളത്. പിന്നെ ഇവിടെ UAE വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് കണി ഒരുക്കുന്നത്. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർഷങ്ങളും ഞാൻ നന്നായിട്ട് തന്നെ കണി ഈ ഒരു രീതിയിൽ ഒരുക്കാറുണ്ട്. എന്നിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ ശേഷമാണ് ഈ അപ്പമൊക്കെ കണിയുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതിനുശേഷം വിളക്ക് കത്തിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, പിന്നീട് എല്ലാവരെയും കണി കാണിച്ചു കൊടുത്തു. അതൊക്കെയായിരുന്നു രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ സദ്യയുടെ ഒരുക്കങ്ങളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കി. പിന്നെ ഇതിപ്പോൾ ഞാൻ സദ്യയൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കിട്ടും പപ്പടവും. അതോടുകൂടി വിഷുസദ്യയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പായസം അവിടെ നോക്കാം. ഞങ്ങളെ സദ്യ കാണിക്കാം. ആദ്യം പപ്പടം, സാമ്പാർ, ഇഞ്ചിപ്പുളി, രസം, കൂട്ടുകറി, ഇതിപ്പം വീഴുമല്ലോ, പച്ചടി, ബീട്രൂട്ട് പച്ചടി, പായസം, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, പിന്നെ ഉപ്പേരി ഉപ്പേരി എന്ന് പറയില്ല, പിന്നെ പഴം, പിന്നെ ശർക്കര ഉപ്പേരി, വറുത്തകായ, കൊണ്ടാട്ടം, ചോറ്, പിന്നെ എന്താ വെള്ളമുണ്ട്. ഓക്കെ, ഏകദേശം 2 മണിയായതോടെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞാൻ നേരെ പോയിട്ട് ആദ്യം തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും വിളമ്പി തരണം, കാരണം ഞാൻ ഉണ്ടാക്കിയല്ലോ, ഇനി നിങ്ങൾ വിളമ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിരുന്നു. അവരെല്ലാവരും കൂടി എനിക്ക് ചോറ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി സദ്യയൊക്കെ വിളമ്പി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിച്ചു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷു ഒരുക്കങ്ങളും ആഘോഷവും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ അതിനുശേഷം പായസമൊക്കെ കുടിച്ചു. ഇന്നത്തെ സദ്യയെ അവസാനിച്ചു. അങ്ങനെ ഈ വർഷത്തെ വിഷു നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.